Basics of Single Dimensional Array എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഓക്കിലെ അറേയ്സ് പഠിക്കും. അറേ എലിമെന്റ്സ് അസൈൻ ചെയ്യുന്നത്. മറ്റ് പ്രോഗ്രാമിംഗ് ഭാഷകളിലെ അറേകളിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഒരു അറേ എലിമെന്റ്സ് കാണുക. ചില ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഇത് ചെയ്യും. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ Ubuntu Linux 16.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, gedit ടെക്സ്റ്റ് എഡിറ്റർ 3.20.1 എന്നിവ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ അഭ്യസിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റിലെ മുൻപത്തെ ഓക്ക് ട്യൂട്ടോറിയലുകൾ നോക്കണം. C അല്ലെങ്കിൽ C++ പോലുള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെക്കുറിച്ച് നിങ്ങൾക്ക് ചില അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റിലെ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾ നോക്കുക. ഈ ട്യൂട്ടോറിയലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫയലുകൾ ഈ ട്യൂട്ടോറിയൽ പേജിലെ കോഡ് ഫയൽസ് ലിങ്കിൽ ലഭ്യമാണ്. അവ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുക. എന്താണ് ഓക്കിലെ അറേ? ബന്ധപ്പെട്ട എലിമെന്റ്സ് സംഭരിക്കുന്നതിന് ഓക്ക് അറേയ്സ് പിന്തുണയ്ക്കുന്നു. എലിമെന്റ്സ് ഒരു നമ്പർ അല്ലെങ്കിൽ സ്ട്രിംഗ് ആകാം. ഓക്കിലെ അറേയ്സ് അസോസിയേറ്റീവ് ആണ്. ഇതിനർത്ഥം ഓരോ അറേ എലിമെന്റും ഒരു ഇൻഡെക്സ് വാല്യൂ പെയർ ആണ് എന്നാണ്. മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ അറേയ്സ് ആയി വളരെ സാമ്യമുള്ളതായി തോന്നുന്നു. എങ്കിലും ചില പ്രധാന വ്യത്യാസങ്ങൾ ഉണ്ട്. ആദ്യം ഒരു അറേ ഉപയോഗിക്കുന്നതിനു മുൻപ് ഡിക്ലയർ ചെയ്യേണ്ടതില്ല. കൂടാതെ അറേയിൽ എത്ര എലിമെന്റ്സ് അടങ്ങിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കേണ്ടതില്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അറേ ഇൻഡെക്സ് പൊതുവെ ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യ ആണ്. സാധാരണയായി ഇൻഡെക്സ് 0 മുതൽ ആരംഭിക്കുന്നു, തുടർന്ന് 1, തുടർന്ന് 2 എന്നിങ്ങനെ. എന്നാൽ ഓക്കിൽ ഇൻഡെക്സ് എന്തുമാകാം. ഏതെങ്കിലും നമ്പർ അല്ലെങ്കിൽ സ്ട്രിംഗ് ആകാം. ഓക്കിലെ അറേ എലിമെന്റ് അസൈൻ ചെയ്യുന്ന സിന്റാക്സ് ഇതാണ്. അറേ നെയിം ഏതെങ്കിലും ശരിയായ വേരിയബിൾ നെയിം ആകാം. ഇവിടെ ഇൻഡെക്സ് ഒരു ഇന്റിജർ അല്ലെങ്കിൽ സ്ട്രിംഗ് ആകാം. ഇൻഡെക്സ് നെയിം അല്ലെങ്കിൽ വാല്യൂ ആണെങ്കിൽ സ്ട്രിംഗ്സ് ഡബിൾ ക്വോട്ട്സിനുള്ളിൽ എഴുതണം. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഞാൻ ഇതിനകം തന്നെ കോഡ് എഴുതി അതിനെ array_intro.awk ആയി സേവ് ചെയ്തു. ഈ ഫയൽ പ്ലേയറിന് ചുവടെയുള്ള കോഡ് ഫയൽസ് ലിങ്കിൽ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഒരു ഉദാഹരണമായി ഇവിടെ ഞാൻ പ്രവൃത്തിദിനങ്ങൾ എടുത്ത് ബിഗിൻ സെക്ഷനിൽ എഴുതി. ഇവിടെ അറേ ഡേ ആണ്. ഞാൻ ഇൻഡെക്സ് 1 എന്ന മൂല്യം സൺഡേ എന്ന് സെറ്റ് ചെയ്തു. ഈ അറേ എലിമെന്റിൽ ഞാൻ ഒരു സ്ട്രിംഗ് ആയി ഇൻഡെക്സ് ഉപയോഗിച്ചു. അതിനാൽ ഇൻഡെക്സ് ഫസ്റ്റിന്റെ മൂല്യം സൺഡേ ആണ്. മുഴുവൻ അറേയും ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, അറേ എലിമെന്റ്സ് ഒരേ ക്രമത്തിൽ അല്ല. ഞാൻ ഡേ 3 എന്നതിനു മുൻപ് ഡേ 4 ഡിക്ലയർ ചെയ്തു. ഓക്ക് അറേയ്സ് ഇൻഡെക്സ് ഒരു തുടർച്ചയായ ക്രമത്തിൽ ആയിരിക്കില്ല. പുതിയ ജോഡികൾ എപ്പോൾ വേണമെങ്കിലും ചേർക്കാൻ കഴിയും എന്നതാണ് അസോസിയേറ്റീവ് അറേയുടെ പ്രയോജനം. ആറാമത്തെ ഡേ അറേയിൽ ചേർക്കും. അവസാനത്തെ വരിയുടെ അവസാനം കഴ്സർ വെച്ച് എന്റർ അമർത്തുക. തുടർന്ന് ഇനിപ്പറയുന്നവ ടൈപ്പ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യുക. നമ്മൾ അറേ ഡിക്ലയർ ചെയ്തു. എന്നാൽ നമ്മൾ എങ്ങനെ അറേ എലിമെന്റ് റെഫർ ചെയ്യണം? ഇൻഡെക്സിലെ അറേ നെയിമും ഇൻഡെക്സും സ്ക്വയർ ബ്രാക്കറ്റുകളിൽ എഴുതുക. നമുക്കിത് പരീക്ഷിക്കാം. കോഡിലേക്ക് വീണ്ടും മാറുക. കർലി ബ്രേസ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ കഴ്സർ വെക്കുക. എന്റർ അമർത്തുക. പ്രിന്റ് സ്പേസ് ഡേ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് 6 എന്ന് ടൈപ്പ് ചെയ്യുക. കോഡ് സേവ് ചെയ്യുക. Ctrl+Alt+T എന്നീ കീകൾ അമർത്തിക്കൊണ്ട് ടെർമിനൽ തുറക്കുക. സിഡി കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത കോഡ് ഫയൽസ് എക്സ്ട്രാക്റ്റ് ചെയ്ത ഫോൾഡറിലേക്ക് പോകുക. ഇപ്പോൾ awk -f array_intro.awk എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. നമുക്ക് ഫ്രൈഡേ ഔട്ട്പുട്ട് ലഭിക്കുന്നു. അടുത്തതായി ഒരു പ്രത്യേക ഇൻഡെക്സിൽ എലിമെന്റിൽ അറേ ഉണ്ടോയെന്ന് പരിശോധിക്കാം. ഇതിനായി ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം ഉപയോഗിച്ച് ഞാൻ ഇത് വിശദീകരിക്കാം. എഡിറ്റർ വിൻഡോവിലെ കോഡിലേക്ക് മാറുക.
പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം കഴ്സർ സ്ഥാപിച്ച് എന്റർ അമർത്തുക. കാണിച്ചിരിക്കുന്നതുപോലെ ടൈപ്പ് ചെയ്യുക. കോഡ് സേവ് ചെയ്യുക. ഞാൻ 2 if കണ്ടീഷൻസ് ചേർത്തു. ആദ്യത്തെ if കണ്ടീഷനിൽ ഇൻഡെക്സ് 2 ൽ ഡേ ഉണ്ടോയെന്ന് പരിശോധിക്കുന്നു. ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. രണ്ടാമത്തെ കണ്ടീഷനിൽ ഇൻഡെക്സ് 7 എന്നതിൽ ഡേ ഉണ്ടോയെന്ന് പരിശോധിക്കുന്നു. ഇത് ട്രൂ ആണെങ്കിൽ അത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് കാണാനാകുന്നതുപോലെ അറേയിൽ ഇൻഡെക്സ് 2 ഉണ്ട്, 7 ഇല്ല. ഔട്ട്പുട്ട് സ്ഥിരീകരിക്കുന്നതിന് ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് മാറുക. മുൻപ് നടപ്പിലാക്കിയ കമാൻഡ് തിരികെ ലഭിക്കുവാൻ അപ്പ് ആരോ കീ അമർത്തുക. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എന്റർ അമർത്തുക. പ്രതീക്ഷിച്ചതുപോലെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ ഇപ്പോൾ കോഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. ഇവിടെ കാണിച്ചതുപോലെ കോഡ് അപ്ഡേറ്റ് ചെയ്യുക. ഡേ കണ്ടീഷനിൽ 7 എന്നതിന് താഴെ കണ്ടീഷൻ കൂടി ചേർത്തു. ഇൻഡെക്സ് 7 എന്നതിന്റെ മൂല്യം അസാധുവാണോ അല്ലയോ എന്ന് ഇത് പരിശോധിക്കും. ട്രൂ ആണെങ്കിൽ അത് ഇൻഡെക്സ് 7 ഈസ് നോട്ട് നൾ അച്ചടിക്കും. 7 ഉള്ള ഇൻഡെക്സ് ഇല്ല എന്ന് നമുക്കറിയാം. അടുത്തതായി ഡേയിലെ കണ്ടീഷൻ 7 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ മാറ്റി. കോഡ് സേവ് ചെയ്യുക. കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. ടെർമിനലിലേക്ക് മാറുക. മുൻപ് നടപ്പിലാക്കിയ കമാൻഡ് ലഭിക്കുന്നതിന് അപ്പ് ആരോ കീ അമർത്തുക. എക്സിക്യൂട്ട് ചെയ്യുവാൻ എന്റർ അമർത്തുക. നമുക്ക് ഒരു അപ്രതീക്ഷിത ഔട്ട്പുട്ട് ലഭിച്ചു. ഇൻഡെക്സ് 7 ഈസ് പ്രസന്റ് ആഫ്റ്റർ നൾ കമ്പാരിസൺ എന്ന സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്തു. ഇതെങ്ങനെ സാധ്യമാകും? ഡേ 7 not equal to null എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇൻഡെക്സ് 7 എന്നതിലെ എലിമെന്റ് ആക്സസ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. ഈ ആക്സസ് തന്നെ ആദ്യം ഇൻഡെക്സ് 7 എന്നതിൽ ഒരു എലിമെന്റ് ഉണ്ടാക്കി സൃഷ്ടിക്കുകയും അത് null മൂല്യം ഉപയോഗിച്ച് ഇനീഷ്യലൈസ് ചെയ്യും. അടുത്തതായി യഥാർത്ഥത്തിൽ ഇൻഡെക്സ് 7 എന്നതിൽ ഏതെങ്കിലും എലിമെന്റ് ഉണ്ടോയെന്ന് പരിശോധിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. null എലിമെന്റ് ഇതിനകം തന്നെ സൃഷ്ടിച്ചതിനാൽ null കമ്പാരിസൺ ചെയ്ത ശേഷം ഇൻഡെക്സ് 7 ഉണ്ടെന്ന് ഔട്ട്പുട്ട് കാണിക്കുന്നു. അതിനാൽ ഇത് ഓർക്കുക. എലിമെന്റ് ഉണ്ടോ എന്ന് നോക്കുവാൻ ഡേ അറ്റ് ഇൻഡെക്സ് 7 not equal to null ശരിയായ രീതി അല്ല. null എലിമെന്റ് ഇൻഡെക്സ് 7 എന്നതിൽ സൃഷ്ടിക്കും. പകരം in ഓപ്പറേറ്റർ ഉപയോഗിക്കണം. ഇത് അറേ എന്നതിൽ അധിക എലിമെന്റ് സൃഷ്ടിക്കില്ല. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് awk എന്നതിലെ അറേയ്സ്, അറേ എലിമെന്റ്സ് അസൈൻ ചെയ്യുന്നത്. മറ്റ് പ്രോഗ്രാമിംഗ് ഭാഷകളിലെ അറേയ്സ് എന്നതിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു അറേ എന്നതിലെ എലിമെന്റ്സ് കാണുക. ഒരു അസൈൻമെന്റ് ആയി ഒരു അറേ ഫ്ലവർ കളർ ഡിഫൈൻ ചെയ്യുക. ഇൻഡെക്സ് പൂക്കളുടെ പേരുകൾ ആയിരിക്കും. മൂല്യം പൂക്കളുടെ ബന്ധപ്പെട്ട നിറം ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 പൂക്കൾക്കായി എൻട്രികൾ ചേർക്കുക. നാലാമത്തെ പൂവിന്റെ നിറം അച്ചടിക്കുക. ലോട്ടസ് പുഷ്പം അറേയിൽ ഉണ്ടോയെന്ന് പരിശോധിക്കുക. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. കൂടാതെ ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. നിങ്ങളുടെ സമയബന്ധിതമായ ക്വറീസ് ഈ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.